ആതിര, കഴിഞ്ഞ ദിവസം വി.ഡി. സതീശൻ മാധ്യമങ്ങൾക്ക് മുൻപിൽ പറഞ്ഞ പല കാര്യങ്ങളും വലിയ രീതിയിൽ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. അതായത് നമുക്കറിയാം, നമ്മുടെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിക്കെതിരെയും അതുപോലെ തന്നെ ഖജനാവിൽ പണമില്ലാത്തതിനെതിരെയും അങ്ങനെ ഒരുപാട് കാര്യങ്ങളെ അദ്ദേഹം അഡ്രസ്സ് ചെയ്ത് പറയുന്നുണ്ടായിരുന്നു. ഈ തിരഞ്ഞെടുപ്പ് വരുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിൽ പ്രതിപക്ഷ നേതാവിന്റെ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിരിക്കുന്ന പല നേതാക്കന്മാരുടെയും ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള പല തുറന്നു പറച്ചിലുകളും ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. ഇവിടെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം വി.ഡി. സതീശൻ പറഞ്ഞ പല കാര്യങ്ങൾക്കും നമ്മുടെ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി കെ.എൻ. ബാലഗോപാൽ പിണങ്ങിപ്പോകുന്ന അല്ലെങ്കിൽ പിണങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ സമാധാനിപ്പിച്ചുകൊണ്ട് വീണ്ടും വി.ഡി. സതീശൻ രംഗത്ത് വന്നിരിക്കുകയാണ്. വിഷമിക്കേണ്ട, ഞാൻ ആരൊക്കെ വിഷമിച്ചാലും ഞാൻ സത്യം മാത്രമേ പറയുള്ളൂ, അത് കേട്ട് ഇനി വിഷമിക്കാൻ നിൽക്കേണ്ട കാര്യമില്ല, ഇനി വിഷമിക്കുകയാണെങ്കിൽ അതിനെ നേരെ ഉണ്ടാവുള്ളൂ എന്നുള്ളൊരു രീതിയിലാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അദ്ദേഹത്തെ ഇനി ആർക്കും തടയാൻ സാധിക്കില്ല. അദ്ദേഹം ഇപ്പോൾ എന്തും തുറന്നു പറഞ്ഞ് അല്ലെങ്കിൽ ജനങ്ങളുടെ മനസ്സിൽ യഥാർത്ഥത്തിൽ ഇന്നത്തെ സംസ്ഥാന സർക്കാർ എന്താണ് ചെയ്യുന്നത് എന്ന് തുറന്നു കാണിക്കുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. സംസ്ഥാന സർക്കാരിന് പിടിച്ചു നിൽക്കാൻ ഇനി കച്ചിത്തുരുമ്പൊന്നും ഇല്ല എന്നുള്ള നിലയിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത്? എനിക്ക് അതിനകത്തുള്ളൊരു പ്രധാനമായി തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ, കുറെ നാളായിട്ട് ഇപ്പൊ ഹർഷയാണെങ്കിൽ നമ്മൾ ആ ഒരു വിഷയം എടുക്കുന്നു അല്ലെങ്കിൽ വിഷയത്തെ പറ്റി സംസാരിക്കുന്നതിനൊപ്പം പറഞ്ഞൊരു കാര്യമല്ലേ, പൂച്ച പെറ്റുമെന്ന്. ഈ പൂച്ച പെറ്റു ഇപ്പൊ അവിടെ ഒരു പൂച്ചയുടെ പ്രസവം അല്ലെങ്കിൽ പ്രസവം കുറച്ച് കൂടുന്നുണ്ടോ എന്നൊരു സംശയം. എപ്പൊ നോക്കിയാലും ഖജനാവിൽ പൂച്ചയുടെ പ്രസവമാണ് നടക്കുന്നത്. ആരും അല്ലെങ്കിൽ ഖജനാവിൽ ഒന്നും ഇല്ല, കടക്കണിയാണെന്നുള്ളതിന് മറ്റൊരു പ്രാസമാണ് വി.ഡി. സതീശൻ ഉപയോഗിക്കുന്നത്. അല്ല, അവിടെ കൃത്യമായി നമ്മുടെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞൊരു മറുപടി ഉണ്ട്. പൂച്ച പെറ്റോട്ടെ, ഒരു പൂച്ചയെ പ്രസവിക്കാൻ പോലും സമ്മതിക്കില്ല, എന്തൊരു മനുഷ്യനാണ് നിങ്ങൾ എന്ന് ചോദിക്കുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ടെന്നുള്ളതാണ്. പൂച്ച പ്രസവിച്ചോട്ടെ, റിച്ച് ആണെന്ന് വേണം നമുക്ക് കരുതാൻ. ഖജനാവിലൊക്കെ പൂച്ച പ്രസവിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്ര നമ്മുടെ സംസ്ഥാന അല്ലെങ്കിൽ സർക്കാരിന്റെ ഒരു വിജയമായിട്ട് വേണം നമ്മൾ അതിനെയൊക്കെ കരുതാൻ വേണ്ടിയിട്ട്. പിന്നീട് എനിക്ക് വി.ഡി. സതീശന്റെ ഒരു വിഷമമായിട്ടാണ് തോന്നിയത്. കാരണം ഇങ്ങനെ ഒരു ബഡ്ജറ്റ് ഒക്കെ അവതരിപ്പിച്ചു വെച്ചു, ഇനിയിപ്പോ UDF സർക്കാർ ഭരണത്തിലേക്ക് വരികയാണെങ്കിൽ അത് ഞങ്ങൾക്കുള്ള ഒരു കെണിയാണ്, ഞങ്ങൾ ഇതൊക്കെ എങ്ങനെ നടത്താനാണ്, ഇത്ര കോടി കടം ഉണ്ടാക്കി വെച്ചിട്ട് ചില സിനിമയിലൊക്കെ പറയില്ലേ, ഇനി മുതൽ എന്റെ പ്രാരാബ്ദത്തിന്റെ ലിസ്റ്റ് എല്ലാം ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നു എന്ന രീതിയിൽ സർക്കാരിന്റെ ഈ പറയുന്ന 10 വർഷത്തോളമുള്ള പ്രാരാബ്ദത്തിന്റെ ലിസ്റ്റുകളും അതേപോലെ അധികവും കടക്കെണികളുമാണ് ഈ പറയുന്ന അടുത്ത സർക്കാർ ആരാണോ വരുന്നത് അവർക്ക് തലയിലേക്കാണ് എടുത്തു വെക്കാൻ പോകുന്നത്. ഇനി ഇവർ തന്നെ വരികയാണെങ്കിൽ ഇവർ വീണ്ടും ഇത് മാനേജ് ചെയ്ത് വീണ്ടും കടമുണ്ടാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകാനല്ല. കൃത്യമായി കോൺഗ്രസ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട് ഈ ഒരു ബജറ്റിനെതിരെ. അതായത് 2026-27 ബജറ്റ് ഞങ്ങൾ അവതരിപ്പിക്കും, ഞങ്ങളൊരു ബജറ്റ് അവതരിപ്പിക്കും, അതിൽ എന്തൊക്കെയായിരിക്കും എന്നുള്ളത് കൃത്യമായി നിങ്ങൾ കേട്ടോളൂ എന്നുള്ളതാണ്. ഇപ്പോഴത്തെ ഈ പറയുന്ന കോൺഗ്രസ് UDF മുന്നണിയുടെ മുൻപിലുള്ള ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് അടുത്ത തവണ അധികാരത്തിൽ വരികയാണെങ്കിൽ 2026 അധികാരത്തിൽ വരികയാണെങ്കിൽ ആദ്യം ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന്, ഇപ്പോഴുള്ള ഈ 4-4.25 ലക്ഷം കോടി കടമുണ്ടല്ലോ നമ്മുടെ സംസ്ഥാന സർക്കാർ വരുത്തി വെച്ചിരിക്കുന്നത്, ഈ കടത്തിന്റെ കുറച്ച് ഭാഗങ്ങളെങ്കിലും അല്ലെങ്കിൽ കുറേശ്ശെയെങ്കിലും അതൊന്ന് മാറ്റി കൊടുക്കുക അല്ലെങ്കിൽ കടം വീടുക എന്നുള്ളൊരു വലിയ കടമ്പയാണ് ഇനി വരുന്ന സർക്കാരിന്റെ മുന്നിലുള്ളത്. അതിന് പിന്നാലെയാണ് വീണ്ടും ഒരു ജനകീയ ബജറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് വലിയൊരു ഇടുത്തി പോലെ ഈ പറയുന്ന വരുന്ന സർക്കാരിന്റെ തലയിലേക്ക് വെക്കുന്നത്. അപ്പോൾ മോഹവാഗ്ദാനങ്ങൾ അതാണ് അതിനെ ശരിക്കും വിളിക്കേണ്ടത്. ചിലതുണ്ട് ഒരിക്കലും നടക്കാത്ത മനോഹരമായ സ്വപ്നങ്ങൾ എന്നൊക്കെ പറയുന്ന രീതിയിൽ കുറെ മോഹവാഗ്ദാനങ്ങൾ. കാരണം നടക്കാൻ പറ്റുമായിരുന്നു അല്ലെങ്കിൽ ഇതൊന്നും അത്ര മാനുഷികപരമായിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല. പക്ഷെ അതിനൊരു മാനേജ്മെന്റിലൂടെ പൊക്കോണ്ടിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന രീതിയിൽ പൂച്ചകളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല എന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് ഇതൊക്കെ നമുക്ക് ഈ പറയുന്ന ഒരു ഡെവലപ്മെന്റ് നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടായേനെ. കാരണം സ്റ്റേറ്റിന്റെ ഡെവലപ്മെന്റ് ആണ് അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരിന്റെ മികവിനെ എടുത്തു കാണിക്കുന്നതും. അതേപോലെ തന്നെ ജനങ്ങൾ കൂടുതലായിട്ടും ഗ്ലോബലി അല്ലെങ്കിൽ എല്ലാ സ്ഥലങ്ങളിലേക്ക് അഡ്രസ്സ് ചെയ്യപ്പെടുക, നമ്മുടെ സ്റ്റേറ്റിനെ അഡ്രസ്സ് ചെയ്യപ്പെടുക, അല്ലെങ്കിൽ ഇന്ത്യയിൽ എടുത്ത് നോക്കുമ്പോൾ അങ്ങനെ ഒരു 18 അല്ലെങ്കിൽ പുരോഗമനമായി നിൽക്കുന്ന 18 സ്ഥലങ്ങളിൽ 18 അല്ലെങ്കിൽ ഒരു സ്ഥലമായി കേരളത്തെ നിൽക്കുക എന്നൊക്കെ പറയുന്നത് നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ അതിനൊരു മാനേജ്മെന്റ് ഇല്ലാതെ ഒരു ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തു അല്ലെങ്കിൽ ഞങ്ങൾ അതൊക്കെ തരുന്നു, അങ്ങനെ ഒരു മിഥ്യാധാരണയാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ പെൻഷൻ 600-ൽ നിന്നും 2000 എത്തിച്ചു, ഓക്കെ, ഞങ്ങൾ KSEBയിൽ അങ്ങനെ ചെയ്തു, പണ്ട് ഈ ബൾബായിരുന്നു ഉണ്ടായിരുന്നത്, ഞങ്ങൾ ഇപ്പൊ ഈ ബൾബ് കൊണ്ടുവന്നു. ഇവരൊക്കെ ബൾബ് ഉണ്ടാക്കാൻ തുടങ്ങിയെന്ന് എനിക്ക് അറിയത്തില്ല, അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു രീതി ഉണ്ടാവുന്നത്. പക്ഷെ ഇവര് ചിന്തിക്കാത്ത ഒരു കാര്യമുണ്ട്, അന്ന് ജീവിച്ച സാഹചര്യത്തിലല്ല നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. പണ്ട് ഇപ്പോൾ ഈ പറയുന്ന 600 രൂപ ഉണ്ടായിരുന്ന കാലത്ത് ഒരുപാട് ആൾക്കാർ സൈക്കിളിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. നമുക്ക് ഓർമ്മയുണ്ട്, നമ്മുടെ ചുറ്റും ഈ പറയുന്ന സൈക്കിളിൽ ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ സൈക്കിളിൽ സഞ്ചരിക്കുന്ന ആൾക്കാർ വളരെ കുറവാണ്. എല്ലാവരും വണ്ടിയിലേക്ക് പോയിട്ടുണ്ട്. പെട്രോൾ അടിക്കുന്ന സാഹചര്യമായി, വീട്ടിലത്തെ സാഹചര്യം മാറി. അന്നിപ്പോ എല്ലാ വീടുകളിലും ഈ പറയുന്ന റെഫ്രിജറേറ്ററോ മിക്സിയോ ഒന്നും പ്രവർത്തിക്കാത്ത വീടുകൾ ഇപ്പൊ ഇയാൾ ഈ ലൈറ്റ് മാത്രമേ കാണുന്നുള്ളായിരിക്കും. ലൈറ്റ് മാത്രമല്ല, ബാക്കി എല്ലാ സംവിധാനങ്ങളിലും പല വീടുകളിലേക്കും വന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിന്റെ അല്ലെങ്കിൽ ഹാബിറ്റാറ്റ് മാറിയിട്ടുണ്ട്, നമ്മുടെ ജീവിത സാഹചര്യം മാറിയിട്ടുണ്ട്, നമ്മുടെ ചിലവ് കൂടിയിട്ടുണ്ട്.
പണ്ട് ഒരു ദിവസം കഴിഞ്ഞു പോകാൻ 100 രൂപ മതിയെങ്കിൽ ഇന്ന് 500 രൂപ തികയാത്ത സാഹചര്യമാണ്. ഒരു പച്ചക്കറി കടയിലേക്ക് പോയിട്ട് പണ്ട് 100 രൂപയ്ക്ക് ഒരു കിറ്റ് സാധനം വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ 500 രൂപയ്ക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ പോലും അങ്ങനെ കിട്ടാത്തൊരു സാഹചര്യങ്ങളിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ ജനങ്ങളുടെ ജീവിത സാഹചര്യം മാറി. ആ ജീവിത സാഹചര്യത്തിൽ നിങ്ങൾ ഒരു മാസം 2000 രൂപ കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2000 രൂപ അവർക്ക് കറണ്ട് ബിൽ അടയ്ക്കാൻ പോലും, നിങ്ങൾ ആ മാറ്റിയ ബൾബില്ലേ, ആ മാറ്റിയ ബൾബിന്റെ എത്ര വാട്ടാണ് ഈ പറയുന്ന രീതിയിൽ നമുക്ക് കറണ്ട് ബില്ല് വരുന്നത്? അങ്ങനെ ചിന്തിക്കുന്ന സമയത്തേക്ക് അന്ന് നിങ്ങൾ ഈ 2000 കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് പറയാമായിരുന്നു അന്ന് നിങ്ങൾ ഭരിച്ചപ്പോൾ 2000 കൊടുത്തില്ലേ എന്നുള്ളത്. കാരണം അന്നത്തെ ജീവിത സാഹചര്യമല്ല ഇന്ന്. ഇത് നിങ്ങൾ ഒരു 5000 കൊടുത്താൽ പോലും ജനങ്ങൾക്ക് അത് ഒരു നിത്യ ചെലവൻ എന്ന രീതിയിൽ മാത്രമേ മുന്നോട്ട് പോകുള്ളൂ. അപ്പൊ ഇതെന്ന് പറയുന്നത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആണ്. ഈ സാഹചര്യത്തിൽ 2000 എങ്കിലും നിങ്ങൾ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വെറുതെ ഒരു വെറും പാഴായ സർക്കാർ എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ ഈ കമ്പാരിസൺ ചെയ്യുന്ന സമയത്ത് പുരോഗമന പദ്ധതികളെ പറ്റി കമ്പാരിസൺ ചെയ്യും. നിങ്ങൾ വന്നത് കൊണ്ട് ജനങ്ങൾക്കുണ്ടായ ഗുണങ്ങളെ പറ്റി ഒരു രീതി ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ഒരു ബെറ്റർ ആയിട്ടുള്ളത്. ഇതിന്റെ അപ്പുറത്തേക്ക് ഇവരെന്ത് നോക്കിയാലും ബൾബ് കൊണ്ടുവന്നു, പെൻഷൻ കൊണ്ടുവന്നു. പെൻഷൻ ഒന്നും നിങ്ങൾ കൊണ്ടുവന്നതല്ല, നിങ്ങളുടെ പദ്ധതി അല്ല ആ പെൻഷൻ ഒന്നും. അതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക. അതെ, ഇപ്പോൾ LDF സർക്കാർ അധികാരത്തിൽ വരുന്ന സമയത്ത് അവർ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു ഇനി വിലക്കയറ്റം ഇല്ലാത്ത കേരളമായിരിക്കും എന്നുള്ളത്. എന്തിനൊക്കെ വില കൂടി, നമ്മൾ എന്തൊരു സാധനം എടുത്താലും അതിനെല്ലാം വില കൂടുന്ന ഒരു സാഹചര്യം എന്നുള്ളതാണ്. ഒരു ബോധമില്ലായ്മയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഹർഷയ്ക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, കുറച്ച് നാൾ മുമ്പായിരുന്നു GST റേറ്റ് കുറയ്ക്കുന്ന ഒരു സാഹചര്യം കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായി. അപ്പൊ നമ്മൾ വാങ്ങിയ എല്ലാ സാധനങ്ങൾക്കും കാരണം ഇട്ട വിലയെക്കാട്ടിൽ കുറച്ച് ശതമാനം കുറവാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത്. അടുത്ത മാസം നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ സാധനം, ഒരു സോപ്പ് എടുത്തോട്ടെ അല്ലെങ്കിൽ ഒരു കേക്ക് എടുത്തോട്ടെ, അതിനകത്തിലൊക്കെ ഞാൻ കണ്ടൊരു കാര്യം എന്ന് പറയുന്നത് 20% അതിന്റെ ക്വാണ്ടിറ്റി കൂട്ടി എന്ന് പറഞ്ഞിട്ട് പഴയ വിലയേക്കാൾ 2 രൂപ എക്സ്ട്രയാണ് എല്ലാ പ്രോഡക്ട്സിനും ഇട്ടിരിക്കുന്നത്. പക്ഷെ എന്റെ മോളിൽ നോക്കുകയാണെങ്കിൽ 20% അതിന്റെ അകത്തെ ക്വാണ്ടിറ്റി കൂട്ടിയിട്ടുണ്ട്. അതേപോലെ അങ്ങനെയാണ് ഈ പറയുന്ന വിലക്കയറ്റം. അപ്പൊ നിങ്ങൾ ഈ ആരെയാണ് ഈ പറഞ്ഞ് പറ്റിക്കാൻ നോക്കുന്നത്? ഞങ്ങൾ വിലക്കയറ്റം കുറയ്ക്കാൻ പോവുകയാണെന്ന്. ഈ അടുത്ത GST കുറഞ്ഞ സമയത്ത് നമ്മൾ കണ്ടൊരു പ്രക്രിയയാണിത്. നിങ്ങൾക്ക് അങ്ങനെ വിലക്കയറ്റം കുറയ്ക്കാനായിട്ട് ഈ സാഹചര്യത്തിൽ പറ്റില്ല എന്നുള്ളത് നിങ്ങൾക്കും അറിയാം, നമ്മൾക്കും അറിയാം. ആ ഒരു പണ്ടൊക്കെ ആണെങ്കിൽ ഈ ആൾക്കാർ ഇത്തരത്തിൽ നിങ്ങളുടെ പ്രസംഗം കേട്ട് അതിനകത്തിൽ വീണ് പോവായിരുന്നു. ഓക്കെ, ഞങ്ങളുടെ സർക്കാർ ഇങ്ങനെയൊക്കെ ചെയ്തു എന്നുള്ളത്. പക്ഷെ ഇപ്പോ തിരിച്ചു ചോദിക്കാനുള്ള ഗട്സ് ഉള്ള ആൾക്കാരുണ്ട്. ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ചെയ്തതെന്ന് ചോദിക്കാൻ തോന്നും, അല്ലെങ്കിൽ എങ്ങനെയാണത് ചെയ്തത്, ഇതെങ്ങനെയാണ് ഞങ്ങൾക്ക് ഗുണപ്പെട്ടതെന്ന് ചോദിക്കാൻ VD സതീശൻ ഇപ്പൊ ചോദിക്കുന്ന പോലെ ഓരോ ജനങ്ങൾക്കും ചോദിക്കാൻ അറിയാവുന്നതാണ്. ഇനിയിപ്പോ VD സതീശനാണ് അടുത്ത സർക്കാർ കയറാൻ പോകുന്നതെങ്കിൽ ഓപ്പോസിഷൻ ആയിട്ട് ഈ പറയുന്ന CPM വരുന്ന പോലെ തന്നെ ഓപ്പോസിഷൻ ആയിട്ട് ജനങ്ങളും വരും. ജനങ്ങളും ചോദിക്കും നിങ്ങൾ കൊണ്ടുവന്ന പദ്ധതി എന്താണ്, നിങ്ങൾ ആ പറഞ്ഞ മികച്ച ബഡ്ജറ്റ് ആണോ അത്? ആ ബഡ്ജറ്റിനെ നമ്മൾ വിമർശിക്കും. അതാണ് അതിന്റെ സത്യാവസ്ഥ. നമ്മൾ ഒരു പാർട്ടിയുടെ ഒപ്പം അനുകൂലമായിട്ട് നിങ്ങളാണ് പറയുന്നത് ശരി, അങ്ങനെയല്ല. പക്ഷേ VD സതീശന്റെ പ്രസംഗം അല്പം കൂടി പോകുന്നുണ്ട്. ഓരോ ദിവസവും അവരെ പ്രതിരോധത്തിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് നിങ്ങളാണ് കോൺഗ്രസിനെ നയിക്കേണ്ട ഒരാളെന്ന രീതിയിൽ VD സതീശന്റെ ലേബിൾ ഉറപ്പിക്കുകയാണ് ഇത്തരം പ്രസംഗങ്ങളിലൂടെ കാഴ്ചവെക്കുന്നത്. കാരണം ജനങ്ങളുടെ ഉള്ളിലേക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടാവുന്നു. ഇയാളെ മുഖ്യമന്ത്രി ആക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഗുണമായിരിക്കും, നല്ലതായിരിക്കും എന്ന് പറയുന്ന ഒരു വിശ്വാസം ജനങ്ങളിലേക്ക് ഉണ്ടാക്കാൻ VD സതീശന് സാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ പറയുന്ന പൂച്ചപ്പറ്റ കഥ അയാൾ വീണ്ടും വീണ്ടും പ്രസംഗങ്ങളിൽ ഉൾപ്പെടുത്തുന്നതാണ് എനിക്ക് തോന്നിയത്. ജനങ്ങൾ ഇപ്പൊ കാണാതെ പഠിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോ ഇത്രയധികം ഇപ്പൊ ബഡ്ജറ്റിൽ എന്താണെന്ന് പോലും പലർക്കും അറിയില്ലായിരിക്കും. പക്ഷെ പൂച്ചപ്പറ്റ കഥ എല്ലാവർക്കും അറിയായിരിക്കും ഖജനാവിലെ. എന്തായാലും ഇത് പലപ്പോഴും CPM-നെ പ്രതിരോധത്തിലാക്കും. ഓരോ മണ്ഡലങ്ങളിലും ഇത് പ്രതിരോധത്തിലാക്കും എന്നുള്ളതാണ്. നിങ്ങൾ മണ്ഡല വൈസ് പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഈ എല്ലാ മണ്ഡലത്തിലും ഇപ്പൊ ഈ പറയുന്ന KN ബാലഗോപാലിന്റെ മണ്ഡലത്തിൽ മാത്രമല്ല ഇയാളുടെ ഈ ബഡ്ജറ്റ് അവതരണം അല്ലെങ്കിൽ ഇയാളുടെ വികസനമില്ലായ്മയും ചർച്ച ചെയ്യാൻ പോകുന്നത്. കേരളത്തിലെ എല്ലാ പിണറായി വിജയന്റെ നർമ്മടത്തും ഇത് പോയി പറയുന്ന ആൾക്കാരുണ്ടാവും. നിങ്ങളുടെ ധനകാര്യമന്ത്രി അൾട്ര ഫ്ലോപ്പാണ്, നിങ്ങളുടെ ആരോഗ്യമന്ത്രി അൾട്ര ഫ്ലോപ്പാണ്, നിങ്ങളുടെ വിദ്യാഭ്യാസ മന്ത്രി ഫ്ലോപ്പാണ്, നിങ്ങളോ ഫ്ലോപ്പാണ്. ഇത് അവിടെ പോയി സംസാരിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കാം. പക്ഷെ ഇതിനെ പ്രതിരോധിക്കാൻ പറ്റുന്ന ഒരു സർക്കാർ ആയിരുന്നു ഈ പറയുന്ന 5 വർഷത്തിൽ വേണ്ടിയിരുന്നത്. അല്ലാതെ 10 വർഷമേ ഒരേ വഴിക്ക് പോയി പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയെ ഒരാളും വീണ്ടും അടുത്ത വർഷത്തിലേക്ക് കൈപിടിച്ച് കയറ്റില്ല. മാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അത് നിങ്ങൾ ഒഴികെ ബാക്കി എല്ലാവർക്കും അറിയാം എന്നുള്ളതാണ് ഇതിനകത്തിലെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്.